നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകരാ സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാചയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസുമനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാന സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ജാനന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാലിതരതച്ചാത്വേഷു അഭിജ്ഞസ്വരാർത്തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്തൂരയ തേജോ വാരിമുദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സത്യോ ഹൃദ്യപരുദ്ധ്യതേ പ്രകൃതിഭിഃ ശുശ്രൂഷുഭിത്തക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവ സംയുതം വിപദ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയൽ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവാ പുത്രേതി തന്മയതയാതര ഭോഗിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിഥി ദീർഘതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകാവേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ശ്രീമദ് ഭാഗവതം. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം എന്നാണ് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ബ്രഹ്മസംഹിതമായിട്ടുള്ള പുരാണാണ്. അത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസൻ രചിച്ചത് എന്നാണ്. അപ്പൊ ഭാഗവതം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും. അതിൽ അടിസ്ഥാനമായിട്ടുള്ളത് ഭക്തി. ഭക്തി ഉണ്ടായാൽ തന്നെ, ഭക്തി പൂർണ്ണമായി തീർന്നാൽ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഭക്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടി ചേരുമ്പോഴാണ്. അപ്പൊ അതിൽ അടിസ്ഥാനമായിട്ടുണ്ടാവേണ്ടത് ഭക്തി എന്നാണ്. ഭക്തി കൊണ്ട് തന്നെ നമുക്ക് പരമപദമായിട്ടുള്ള മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും. ആ ഭക്തി കൊണ്ട് മുക്തിയിലേക്ക് എത്തും. അതുകൊണ്ടാണ് മാഹാത്മ്യത്തിലെ കഥ പറയുമ്പോൾ ഭക്തിയുടെ ദാസിയായിട്ടാണ് മുക്തിയെ കൊടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭക്തി എന്ന ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ വേറെ ഒരു പരിശ്രമവും ചെയ്യാണ്ട് തന്നെ ആ ജീവന് ആ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന ഭാവത്തിലേക്ക് എത്താൻ പറ്റും. ഈ മുക്തി മോക്ഷം എന്നൊക്കെ കേട്ടാൽ നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഇവിടെ നിന്ന് മരിച്ചു പോയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് അനുഭവിക്കുന്ന അനുഭവമൊന്നുമല്ല. ഈ മോക്ഷം എന്ന് വെച്ചാല് മോഹക്ഷയം മോക്ഷം എന്ന് പറയാം. നമ്മുടെ ഉള്ളിലുള്ള മോഹങ്ങളൊക്കെ അസ്തമിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അതന്നെയാണ് മോക്ഷം എന്നാണ്. ഒരാഗ്രഹവും മനസ്സിലില്ലാത്ത അവസ്ഥ. എല്ലാറ്റിൽ നിന്നും, അതായത് ശരീരം, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ഇതിൽ നിന്നൊക്കെ നമ്മൾ വിടുക. അതുകൊണ്ട് കാണപ്പെടുന്ന ഈ ലോകാനുഭവങ്ങളിൽ നിന്നും നമ്മൾ വിടുക. അങ്ങനെ വിടുമ്പോഴോ അത് ശരിയായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാറ്റിനും കാരണമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ തന്നെ വളങ്ങുന്നതായിട്ടുള്ള ആത്മാവിൽ നമ്മള് ലയിച്ച് ഒന്നായിട്ട് തീരും. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തെയോ അതുപോലെ മനസ്സിന്റെ ഭാവങ്ങളെയോ ഈ ലോകത്തെയോ അറിയില്ല. അതന്നെയാണ് മുക്തി എന്നാണ്, മോചനം എന്നാണ്. ഈ പ്രാപഞ്ചികമായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്നും ശരീരത്തിൽ നിന്നൊക്കെയുള്ള ആ ഒരു മോചനം എന്നാണ്. ആ ഒരു ഭാവം നമുക്ക് ഈ ഭാഗവതം കൊണ്ട് അല്ലെങ്കിൽ ആ ഭക്തി എന്ന അനുഭവം കൊണ്ട് എത്താൻ പറ്റുമെന്ന് കാണിക്കുകയാണ്. അപ്പൊ അതിൽ ആ തരത്തിലുള്ള ഭക്തി ഉണ്ടാവുക. അങ്ങനെയുള്ള ആ ഭക്തിയുടെ അല്ലെങ്കിൽ ആ ഭക്തിക്ക് ഉദാഹരണമായിട്ടാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഗോപസ്ത്രീകളെയും ഇപ്പൊ നമ്മൾ അക്രൂരന്റെ കഥയെയും സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അക്രൂരന്റെ കംസനാൽ നിയോഗിക്കപ്പെട്ട അക്രൂരൻ മധുരയിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോ ഗോകുലത്തിലെത്തി ശ്രീകൃഷ്ണ ഗോകുലത്തിലെത്തുന്ന ആ അനുഭവങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അതുവരെയുള്ള ആ സമയം, ആ സമയത്തുള്ള അക്രൂരന്റെ മനോഭാവം ശരിക്ക് നിഷ്കാമമായിട്ടുള്ള നിരുപാധികമായിട്ടുള്ള ആ യാതൊരു തരത്തിലുള്ള ഫലേച്ഛ്യമില്ലാത്ത ആ ഭക്തി, ശുദ്ധമായിട്ടുള്ള ഭക്തിയാണ്. അപ്പൊ ആ തരത്തിലുള്ള ഭക്തി നമുക്കുണ്ടായാലേ നമുക്കും ആ ഭക്തി കൊണ്ട് മുക്തിയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് കാണിച്ചു തരികയാണ്. ഇപ്പോ അക്രൂരൻ വ്രജത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമികളും യശോദാദേവി പശുവിനെ കറക്കുകയാണ്. അത് നോക്കി നിൽക്കണു എന്ന വ്യാജേന മധുരയിൽ നിന്ന് വരുന്ന റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ശരിക്ക് പറഞ്ഞാല് ആ കാളിന്തി തീരത്ത് ഭഗവാന്റെ കാലടിപ്പാടുകൾ കണ്ട് ആ കാലടിപ്പാടുകളിൽ കിടന്ന് ഉരുണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ശരിക്ക് നമസ്കരിച്ച്, കാരണം ഭഗവാന്റെ കാലടിപ്പാടുകൾ അവിടെയൊക്കെ ആയിട്ടുണ്ടല്ലോ, പതിഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് വരികയാണ് അക്രൂരൻ. അപ്പോഴാണ് ഭഗവാൻ ആരെങ്ങനെ ഒരു ഭക്തൻ, അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി തന്നെ ആശ്ചര്യം ജനിപ്പിക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഭഗവാനും ബലരാമസ്വാമികളും ആ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് അക്രൂരൻ അത് കാണുന്നത്. അപ്പൊ ഭഗവാനും മനസ്സിലായി ഇത് അക്രൂരനാണ്. അത് ഭഗവാന് മനസ്സിലാവാണ്ടൊന്നുമല്ല. പിന്നെയോ തന്റെ ഭക്തനെ സ്വീകരിക്കാൻ രണ്ടടി അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല എന്നുള്ള ഭാവത്തിൽ എന്നാണ്. അപ്പോഴാണ് അക്രൂരൻ തന്നെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ തന്നെ നോക്കി നിൽക്കുന്ന രാമകൃഷ്ണന്മാരെ കണ്ടപ്പോ
പിന്നെ ചാടി ഇറങ്ങി ഓടി വരികയാണ് എന്നാണ്. അവിടെ ആ അക്രൂരൻ കണ്ട ആ രൂപത്തെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. ആ 30-ാമത്തെ ശ്ലോകം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് നമ്മുടെ അതായത് ബുദ്ധിക്കനുസരിച്ച് ഒന്ന് അനുസ്മരിച്ചു എന്നാണ്. ധ്വജം, വജ്രം, അങ്കുശം, താമര ഈ ചിഹ്നങ്ങളോട് കൂടിയ കാലടിപ്പാടുകള് ആ വ്രതത്തെ ശരിക്ക് ശോഭിപ്പിക്കുന്നതാണ്. ആ ഭഗവാനോ ശരിക്ക് കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന മന്ദഹാസത്തോടുകൂടി ആ കടക്കണ്ണ് കൊണ്ട് ആ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഭാവത്തിലാണ് അക്രൂരൻ ആ ഭഗവാനെ കാണുന്നത് എന്നാണ്. അങ്ങനെ കണ്ടതോടുകൂടെ ധ്വജവജ്രാങ്കുശാംഭോജേ ചിഹ്നിതേരംഘ്രിഭിർവ്രജം ശോഭയന്തോ മഹാത്മാനാവനുക്രോശസ്മിതേക്ഷണോ. ശരിക്കും കടക്കണ്ണ് കൊണ്ട് നോക്കുന്ന മഹാത്മാക്കളായിട്ടുള്ള രാമകൃഷ്ണന്മാരെ അക്രൂരൻ കാണുകയാണ്. ഉദാര രുചിരക്രീഡോ തൃഗിണോ വനമാലിനോ പുണ്യഗന്ധാനുലിപ്താംഗോ സ്നാദോ വിരജവാസസോ. എന്താ ഭഗവാന്റെ ഭാവം? കേൾക്കുന്നവർക്കും കാണുന്നവർക്കും സർവ്വ അഭീഷ്ടങ്ങളെയും നൽകുന്നതാണ് എന്നാണ്. അപ്പൊ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേൾക്കുക, അത് പിന്നെ ഭഗവാന്റെ രൂപത്തെ കാണുക, അതാണ് ഈ കേട്ടിട്ട് കാണണം എന്നാണ്. എന്താ ആഡിയോ ആൻഡ് വീഡിയോ എന്നാ പറയുക. എപ്പോഴും ആ കേട്ട് അതിന്റെ പ്രഭാവം മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ അനുഭവിക്കാൻ ചെല്ലുമ്പോൾ അതിന് കുറച്ചൊരു ഭാവം കൂടുന്നതാണ്. അപ്പോ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും സർവ്വ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതാണ്. എന്താ അത് പറയണത്? ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് ശരിയായിട്ട് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സില് ഒരാഗ്രഹങ്ങളും അങ്കുരിക്കില്ല. അതാണ് ആ പ്രഥമ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്. അകാമ, ദ്വിതീയ സ്കന്ധത്തിലാണ് ആ അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരധി എന്നാണ്. തീവ്രേണ ഭക്തിയോഗേന അതായത് എല്ലാ കാമങ്ങളും സാധിക്കണം എന്ന ആഗ്രഹമുള്ളവരും പിന്നെ ഒരു കാമങ്ങളും മനസ്സിൽ അങ്കുരിക്കാതിരിക്കണം എന്ന ആഗ്രഹമുള്ളവരും ഭഗവാനെ ഭജിക്കണം എന്നാ പറയുന്നത്. മോക്ഷകാമനായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കുക എന്നാണ്. അപ്പൊ പിന്നെ ഒരാഗ്രഹങ്ങൾ മനസ്സിൽ വരില്ല, മനസ്സ് ശുദ്ധമായിട്ട് തീരും. ഈ മനസ്സിന്റെ അശുദ്ധിയാണ് പല ആഗ്രഹങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അങ്കുരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മനസ്സിന്റെ അശുദ്ധി പാടെ ഇല്ലാണ്ടാകുന്നതാണ്. ഇപ്പൊ എന്താ ശരിക്കും ഉദാരവും മനോഹരവുമായിട്ടുള്ള ആ ക്രീഡകളോട് കൂടിയവനും രത്നമാലകൾ ധരിച്ചിട്ടുണ്ട്, കഴുത്തിൽ വനമാല അണിഞ്ഞിട്ടുണ്ട്, ആ കുളിയൊക്കെ കഴിഞ്ഞ് ശരിക്കും നല്ല കുറിക്കൂട്ടുകളൊക്കെ ശരീരത്തിൽ ലേപനം ചെയ്ത് ശുദ്ധ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരെ കാണുകയാണെന്നാണ്. കണ്ടതോടുകൂടെ ആ എന്താ ആരാ രാമകൃഷ്ണന്മാര്? പ്രധാന പുരുഷാവാദ്യോ ജഗത്കേതു ജഗത്പതി അവതീർണോ ജഗത്യർത്ഥേ സ്വാംശേന ബലകേശവോ. അതായത് ഇപ്പോ ആ പ്രധാന പുരുഷന്മാര് എന്നാണ്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ അതായത് പ്രപഞ്ചത്തിന് മുമ്പേ ആദിയില് ജനിച്ചവരും ലോക സൃഷ്ടിക്ക് കാരണഭൂതന്മാരും ലോകപതിമാരും ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബലരാമനും കേശവനുമായിട്ട് അവതരിച്ചവനുമായ പ്രധാന പുരുഷന്മാരെ അക്രൂരൻ കാണുകയാണ്. അതായത് ആ ബലരാമൻ പ്രധാനനും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ പുരുഷനും എന്നാണ്, ഈ ഭാവത്തിലാണ്. അപ്പൊ ഈ തരത്തില് ആ പ്രധാന പുരുഷന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാരെ കാണുകയാണ് എന്നാണ്. അതായത് സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉള്ള ആളുകളാണ് രാമകൃഷ്ണന്മാര്, അല്ലെ? അഹമേവാസമേവാഗ്രേ ചതുശ്ലോകി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൃഷ്ടിക്ക് മുമ്പുള്ളവരും പ്രപഞ്ചത്തിന് മുഴുവൻ കാരണഭൂതരും പ്രപഞ്ച രക്ഷകരായിട്ടിരിക്കുന്നവരും ആയ ആ രാമകൃഷ്ണന്മാരെ കണ്ട് ഇപ്പോ ശരിക്കും നല്ല വസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് അതുപോലെ തന്നെ ആ രത്നമാലകള് വനമാലകളൊക്കെ ധരിച്ച് അതുപോലെ ആ സുഗന്ധിയായിട്ടുള്ള കുറിക്കൂട്ടുകളൊക്കെ അണിഞ്ഞ് അങ്ങനെയുള്ള അതായത് പുരുഷോത്തമന്മാരെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉള്ളവരും പ്രപഞ്ചത്തിന് കാരണഭൂതരും പ്രപഞ്ചരക്ഷകരായിട്ട് വിളങ്ങുന്ന രാമനായിട്ടും കൃഷ്ണനായിട്ടും അവതരിച്ചിരിക്കുന്ന ഭഗവാനെ കാണുകയാണ്. എന്താ ആ ഭഗവാന്റെ ആ ഭാവം? ആ ദിശോ വിധിമിരാരാജൻ കുർവാണോ പ്രഭയാ സ്വയാ യഥാ മാരകത ശൈലോ രൗപ്യേച്ച കനകാജിതോ. ശരിക്ക് അവരുടെ ആ പ്രകാശം കൊണ്ട് തന്നെ ആ ശരീര ശോഭ കൊണ്ട് ദിക്കുകളിലെ ഇരുട്ടിനെയൊക്കെ അകറ്റുന്നു എന്നാണ്.
ഭഗവാന്റെ ശരീര ശോഭ കൊണ്ട് തന്നെ ആ പ്രപഞ്ചത്തിലെ ആ ഇരുട്ടിനെയൊക്കെ അകറ്റുക. ഭഗവാന്റെ തിരുനാമം ജപിച്ചാൽ തന്നെ ആ ജീവന് അജ്ഞാന അന്ധകാരത്തെ കടക്കാൻ പറ്റുന്നതാണ്. ആ നിലയ്ക്ക് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് എല്ലായിടത്തെ ഇരുട്ടിനെയും അകറ്റിക്കൊണ്ട് ആ ശരീര ശോഭ കൊണ്ട് ദിക്കുകളില് ഇരുട്ടിനെ അകറ്റുന്നവരായിരുന്നു ഈ രാമകൃഷ്ണന്മാര്. നിറം കൊണ്ടോ കൃഷ്ണൻ ശരിക്കും മരതക പർവ്വതം പോലെ, അതുപോലെ രാമനോ കൈലാസ പർവ്വതം പോലെ ശോഭിക്കുന്നവരായിരുന്നു എന്നാണ്. അത്തര ശോഭ രഥാ പൂർണ്ണമവപ്ലുത്യ സ്വക്രൂര സ്നേഹവിക്കൂല പപാത ചരണോപാന്തേ ദണ്ഡവൽ രാമകൃഷ്ണയോ. ഇപ്പോ ഈ രാമകൃഷ്ണന്മാരുടെ പ്രഭാവത്തോടു കൂടി നിൽക്കുന്ന ഈ നിൽപ്പുകളുടെ കണ്ടതോടുകൂടെ എന്താ ഭക്തി കൊണ്ട് തന്നെ മറന്നതായിട്ടുള്ള അക്രൂരൻ തേരിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് കൃഷ്ണന്റെയും രാമന്റെയും കാൽക്കല് ദണ്ഡ നമസ്കാരം ചെയ്യണമെന്നാണ്. എന്താ ഈ ദണ്ഡ നമസ്കാരത്തിന്റെ പ്രത്യേകത? അതായത് ഒരു വടി വെട്ടിയിട്ട് ഭൂമിയിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പതിക്കുമോ അതുപോലെ എന്നാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് തന്നെ ഭഗവാന് സമർപ്പിക്കുന്ന ആത്മസമർപ്പണം എന്ന ഭാവത്തില് ഭഗവാനെ നമസ്കരിച്ചു എന്നാണ്. ഭഗവാനെ കാണാൻ കഴിഞ്ഞത് കൊണ്ടുള്ള ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആ കണ്ണു നിന്നിങ്ങനെ ധാരധാരിയായിട്ട് ആനന്ദ കണ്ണീര് ഒഴുകുന്നുണ്ട്. ശരീരം മുഴുവൻ രോമാഞ്ചം അനുഭവപ്പെടുന്നുണ്ട്. അക്രൂരിന് തൊണ്ട ഇടറിക്കൊണ്ട് ഈ നമസ്കരിക്കുമ്പോ, സാധാരണ ഈ നമസ്കരിക്കുമ്പോ അഭിവാദ്യം ചെയ്യണം എന്നൊക്കെ പറയുക. ഇന്ന ആള് നമസ്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വേണം നമസ്കരിക്കുക എന്നാണ്. പക്ഷേ ആ ഭക്തിയുടെ പ്രഭാവം കൊണ്ട് അക്രൂരന ശരീരം മുഴുവൻ രോമാഞ്ചം നിറഞ്ഞു. അതുപോലെ എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ല. ആ തൊണ്ട ഇടറി നമസ്കരിക്കുന്ന സമയത്ത് കണ്ണെന്ന് ധാരധാരിയായിട്ട് ആനന്ദ കണ്ണീര് വരുന്നുണ്ട്. അതുകൊണ്ട് തൊണ്ട ഇടറിയത് കൊണ്ട് ഇത് അക്രൂരൻ അഭിവാദനം ചെയ്യുന്നു എന്ന തന്റെ പേര് പോലും പറയാൻ അക്രൂരന് കഴിഞ്ഞില്ല എന്നാണ്. ഇതൊക്കെ ഭക്തി ഉണ്ടാകുന്നത് വരെ മറ്റു ഭാവങ്ങളൊക്കെ വേണ്ടു എന്നാണ്. ഭക്തി ഉണ്ടായാൽ പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല എന്നാണ്. പിന്നെ അവിടെ ഒരു കർമ്മവും ഇല്ല എന്നാണ്. ഭഗവാനിപ്പോ ഈ പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് പരിഭവമൊന്നുമില്ല. ഭഗവാന് ഭാഷയേക്കാൾ ഭാവത്തോടാണല്ലോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അക്രൂരനെ രണ്ട് കൈകൊണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ചു ഭഗവാൻ എന്നാണ്. അങ്ങനെ ആ ഭഗവത് ദർശന ആഹ്ലാദ ബാഷ്പവല്യ ആകുലക്ഷണ പുളകാഞ്ചിതാങ്ക ഉത്കണ്ഠ്യാൽ സ്വാംഖ്യേനേ നാശകൻ നൃപാം പറയാണ്. ഭഗവാനെ ഇങ്ങനെ കണ്ടതോട് കൂടിയിട്ട് ഭഗവാനോ ശരിക്കും തന്റെ കാൽക്കല് വീണ് കിടക്കുന്നതായിട്ടുള്ള അക്രൂരനെ രണ്ടുപേരും കൂടെ ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും കൂടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നാണ്. അക്രൂരിനെ രണ്ടുപേരും പിടിച്ചെഴുന്നേൽപ്പിച്ച് പിന്നെയോ ശരിക്ക് മാറോട് ചേർത്ത് ഗാഠഗാഠം ആലിംഗനം ചെയ്യുകയാണ്. ഭഗവാൻ അഭിപ്രേക്ഷ്യ രഥാങ്കാങ്കിത പാണിന പരിരഭ്യേപ്യുപാകൃഷ്യ പ്രീത പ്രണതവത്സല. അപ്പോ ഭഗവാന് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല, സർവജ്ഞനായിട്ടുള്ള ആളാണ്. അപ്പൊ എന്തിനാണ് വന്നത്, ആരാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ സ്വയം അറിഞ്ഞിട്ട് ഭഗവാനോ എന്താ ചെയ്തത്? സുദർശന ചക്രത്തിന്റെ അടയാളമുള്ള കൈകളെ കൊണ്ട് പിടിച്ച് അക്രൂരിനെ എഴുന്നേൽപ്പിച്ച് തനിക്ക് അഭിമുഖമായിട്ട് നിർത്തി എന്നാണ്. ഒന്നാലോചിച്ച് നോക്ക്, എന്താ അങ്ങനെ പറയാൻ കാരണം? കാലത്തെ അതായത് ബോധിപ്പിക്കുന്നതാണ് ഭഗവാന്റെ കയ്യിലുള്ള ചക്രം എന്നാണ്. അപ്പോ അത് പിടിച്ച ആളാ, അപ്പൊ കാലത്തെ നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ആ കരസ്പർശം കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ ഭക്തനെ സംബന്ധിച്ച് ഇനി കാലത്തെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോ അതായത് പൂർണ്ണമായിട്ടുള്ള അഭയം അക്രൂരിന് കിട്ടിയിരിക്കുന്നു. അങ്ങനെ അക്രൂരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തനിക്ക് അഭിമുഖമായിട്ട് നിർത്തിയിട്ട് ശരിക്ക് അക്രൂരൻ വരുമ്പോ വിചാരിച്ചിട്ടുണ്ടല്ലോ എന്നെ കെട്ടിപ്പിടിക്കോ, ഭഗവാൻ തൃക്കൈകൾ വെച്ച് എന്റെ ശിരസിൽ അനുഗ്രഹിക്കോ, ഇങ്ങനെയൊക്കെ മനോരാജ്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ സാധിപ്പിച്ചു കൊടുക്കണം എന്ന ഭാവത്തില് ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ അക്രൂരനെ തന്റെ മാറോട് ചേർത്ത് ഗാഠഗാഠം ആലിംഗനം ചെയ്യുകയാണ് എന്നാണ്. ആലോചിച്ച് നോക്കുക അക്രൂരന്റെ ഒരു മഹാഭാഗ്യം. പിന്നെ ആ സമയത്ത് അക്രൂരനുണ്ടായിട്ടുള്ള അനുഭവം എന്താണ് പറയാൻ വയ്യ. പിന്നെ സംഘർഷണച്ച പ്രണതം ഉപഗൂഹ്യ മഹാമനാ ഗൃഹീത്വ പാണിനാപാണിം അനയൽ സാനുജോഗൃഹം. അങ്ങനെ മഹാമനസ്കനായിട്ടുള്ള ബലരാമനും തന്നെ നമസ്കരിച്ചിരിക്കുന്നതായിട്ടുള്ള അക്രൂരനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു എന്നാണ്. അപ്പൊ രാമന്റെയും കൃഷ്ണന്റെയും ആലിംഗനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും, പിന്നെ ആ സമയത്ത് നമുക്ക് വലുതും മിണ്ടാൻ പറ്റുമോ, വലുതും പറയാൻ പറ്റുമോ? പിന്നെ നമ്മള് ഒന്നുമില്ല അവിടെ. ഭഗവാനിൽ പൂർണ്ണമായിട്ട് ആ ഭഗവത് ആനന്ദം അല്ലെങ്കിൽ ആത്മാനന്ദം ശരിയായിട്ട് അനുഭവിക്കുകയാണ്. അപ്പൊ പിന്നെ ശരീരത്തിന്റെ ഭാവന തെല്ലുമില്ലാത്തൊരവസ്ഥയാണ്.
എന്നിട്ട് എന്താ ചെയ്തത്? അക്രൂരന്റെ കണികളെ പിടിച്ചു ആ ഭഗവാനോട് കൂടിച്ചേർന്ന്, അല്ലെങ്കിൽ അതായത് ബലരാമൻ ആ ശ്രീകൃഷ്ണനോട് കൂടെ ആ അക്രൂരന്റെ ആ കൈകൾ രണ്ടും പിടിച്ചിട്ട് ആ വീട്ടിന്റെ അകത്തേക്ക് ആനയിക്കുകയാണ് അക്രൂരനെ. അതിനുശേഷം സ്വാഗതം തസ്മൈ നിവേദിച്ച വരാസനം പ്രക്ഷാള്യ വിധിവൽപാദോ മധുവർക്കാർഹണമാകരുത്. പിന്നെ ആ അതിഥിയായിട്ടുള്ള അക്രൂരന് ആ വേണ്ടതുപോലെയൊക്കെ ഇനി സ്വീകരിക്കുകയാണ്. ആ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വാഗതം പറഞ്ഞു, സ്വീകരിച്ചു. ഇനി ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാ. നമ്മൾ വീട്ടില് ഒരു അതിഥി വന്നു കഴിഞ്ഞാല് ഏത് തരത്തിലാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ആചരണത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. സ്വാഗതം പറഞ്ഞു, അതായത് വന്ന സമയത്ത് തന്റെ കാക്കൽ വീണ് കിടക്കുന്ന ആളെ രണ്ട് കൈ കൊണ്ടും പിടിച്ച് എഴുന്നേൽപ്പിച്ചു, മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു, ഗാഠഗാഠം പുണർന്ന് അതിനുശേഷം പിന്നെ ആ പിടിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പീഠത്തിലിരുത്തി സ്വാഗതം പറഞ്ഞിട്ട് എന്നാണ്. അതിനുശേഷമോ പിന്നെ കാല് കഴിയിക്കലാണ്. തൊട്ടൊക്കെ അങ്ങനെയുള്ള സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ അതൊക്കെ ലോപിച്ചിട്ട് കഷ്ടിച്ച് കുറച്ച് സംസ്കാരമുള്ള ആളുകളുടെ വീട്ടിൽ ചെന്നാൽ പുറത്ത് ഒരു കിണ്ടിയും അതിൽ വെള്ളവും ഉണ്ടാവും. നമ്മൾ കാല് കഴുകിയിട്ട് കയറുക. വാസ്തവത്തില് ആ വീട്ടുടമസ്ഥൻ ആണ് വന്ന ആളുടെ ആതിഥേയനാണ് അതിഥിയുടെ കാല് കഴുകിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഇവിടെ ഭഗവാൻ അത് ചെയ്തിരിക്കുന്നു എന്നാണ്. ആ അക്രൂരനെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന ഒരു ഉത്തമമായിട്ടുള്ള പീഠം കൊടുത്തിരുത്തിയിട്ട് സ്വാഗതം പറഞ്ഞിട്ട് പിന്നെയോ ആ കാല് കഴുകിച്ചു എന്നാണ്. അതിനുശേഷം പിന്നെ കുടിക്കാനുള്ള ആ ഒരു, അതായത് മധുപർക്കം നൽകി സൽക്കരിക്കുകയാണ്. മധുപർക്കം എന്ന് വെച്ചാല് ഈ തൈരും നെയ്യും തേനും പഞ്ചസാരയും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു തരം ആ പാനീയമാണ് ഈ മധുപർക്കം എന്നാണ് പറയുക. അത് അതിഥിക്ക് ദാഹം മാറാൻ വേണ്ടിയിട്ട് ആദ്യം കൊടുക്കുന്ന ഒരു ഭാവമാണ് എന്നാണ്. അങ്ങനെ മധുപർക്കം കൊടുത്തു ബലരാമൻ. പിന്നെ അതിഥിയായിട്ടുള്ള അക്രൂരന് ഒരു പശുവിനെ ദാനമായിട്ട് കൊടുത്തു. പശുദാനം അത് ആദ്യം ചെയ്യണം എന്നാണ്. പിന്നെ രണ്ടുപേരും കൂടെ അക്രൂരന്റെ ആ കാലുകള് ഭഗവാൻ തന്റെ മടിയിലെടുത്ത് വെച്ചിട്ട് അക്രൂരന്റെ കാല് തടവി കൊടുക്കുകയാണ്. അങ്ങനെ യാത്രാക്ഷീണമൊക്കെ തീർന്ന് വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. ആഹാരമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നതായിട്ടുള്ള അക്രൂരന് ബലരാമൻ താമ്പൂലം ശരിയാക്കി കൊടുക്കുകയാണ്. പിന്നെ കുറിക്കൂട്ട്, അതുപോലെ തന്നെ മാല, ഇതൊക്കെ ബലരാമൻ അക്രൂരനെ സമർപ്പിക്കുകയാണ്. അങ്ങനെ അക്രൂരനെ സന്തോഷിപ്പിച്ചു എന്നാണ്. അപ്പോഴാണ് ഈ തരത്തിലൊക്കെ വേണം അല്ലേ ഒരു വീട്ടില് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ. ഇന്നിപ്പോ അതൊന്നുമില്ല. ഇന്ന് നമ്മൾ പരിഷ്കരിച്ചിട്ട് ഇപ്പൊ എന്താ, ഇപ്പൊ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോ ആ വീട്ടിന്റെ മുമ്പിലുള്ള വാതിലില് ഒരു ഓട്ട ഉണ്ടാക്കി വെക്കുന്നതാണ്. അതിനൊരു ഗ്ലാസ് ഒക്കെ ഇട്ട് അടച്ചു വെക്കും. ചെറുത് ഒറ്റ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റുന്ന ഓട്ട. അതിലൂടെ നോക്കിയിട്ട് വന്ന ആളുകളെ നമുക്ക് ബോധിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി എന്നുള്ള ഭാവത്തിലാണ് എന്നാണ്. ഇതാ നമ്മളത് ഭാരത സംസ്കാരത്തിന് യോജിച്ച പ്രവൃത്തിയല്ല ഇത് നമ്മൾ ചെയ്യുന്നത് എന്നാണ്. ഇവിടെ ഈ തരത്തില് ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ വേണം നമ്മളും അതിഥികളെ അതിഥി ദേവോ ഭവ എന്നാണ്. ആ ദേവനെ പോലെ കരുതി സൽക്കരിക്കേണ്ടത് ആവശ്യമാണെന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ സന്തോഷിപ്പിച്ചു. കാല് തടവി കൊടുക്കുക ഭഗവാൻ തന്റെ മടിയിരുത്തിയിട്ട്. ബലരാമസ്വാമികൾ വീശിക്കൊടുക്കുകയാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെ എത്തിയെന്ന്. അപ്പൊ ആ തരത്തിലാണ് അക്രൂരനെ സന്തോഷിപ്പിക്കുന്നത്. അപ്പോഴാണ് നന്ദഗോപുര വഴിക്ക് വരുന്നത്. ആ നന്ദഗോപുര ധാരാ അക്രൂരനോ? എന്തായാലും അക്രൂര അങ്ങ് വന്നത് സന്തോഷം തന്നെ. പക്ഷേ അക്രൂരനോട് നിങ്ങൾക്ക് സുഖാണോ എന്ന് എനിക്ക് ചോദിക്കാൻ മനസ്സ് വരണില്ലേട്ടു എന്നാണ് നന്ദഗോപയുടെ അഭിപ്രായം. എന്താ കാരണം? അതായത് അവിടെ സുഖം ഉണ്ടാവില്ല എന്നാണ്. എന്താ കാരണം എന്നാണെങ്കിൽ ആ കംസന്റെ കീഴിലാണ് നിങ്ങളൊക്കെ അതായത് കഴിയുന്നത് എന്നാണ്. ആ കംസൻ ഭരിക്കുന്ന സമയത്ത് പപ്രച്ച സത്കൃതം നന്ദ കഥം നിരനുഗ്രഹേ കംസേ ജീവതിദാശാർഹ സൗനപാല ഇവാവയ. അതിഥി സൽക്കാരമൊക്കെ കഴിഞ്ഞിരിക്കുന്ന അക്രൂരന്റെ സമീപത്ത് നന്ദഗോപര് വന്ന് പറയണം, അല്ല, ക്രൂരനായിട്ടുള്ള കംസൻ ജീവിച്ചിരിക്കുമ്പോ ഈ കശാപ്പുകാരന്റെ ആ കൂട്ടിലെ ആട്ടുകൂട്ടുകളെ പോലെ നിങ്ങൾക്ക് എങ്ങനെ സുഖമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ശരിക്ക് കശാപ്പുകാരന്റെ കൂട്ടിലെ ആട്ടുകൂട്ടുകളുടെ ആ നിലയാണ് ഇപ്പോ അക്രൂര നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്നാണ്. എന്താ കാരണം? കംസൻ ശരിക്കൊരു കശാപ്പുകാരന്റെ മട്ടിൽ പെരുമാറുന്ന ആളാണ്.
എന്താ യോവതി സുസുഗുസ്തോകാൻ ക്രോശന്ത്യ അസുതൃക്കലാം കിന്നു സിദ്ധൽ പ്രജാനാം വാ കുശലം വിമർശാമഹേ. നോക്കൂ, ഒരു സ്വന്തം പ്രാണനെ രക്ഷിക്കണം എന്നുള്ള ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാത്ത ദുഷ്ടനായിട്ടുള്ള ഒരാള് എന്താ ചെയ്തത് ഈ കംസൻ? സ്വന്തം സഹോദരിയുടെ കണ്ണീര് വകവയ്ക്കാണ്ട് ആ സഹോദരിയുടെ 6 കുട്ടികളെ വട്ടപ്പാറയിൽ അടിച്ചു കൊന്നവനായി കംസൻ. അവരാണ് സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകള് ഇങ്ങനെ സ്വന്തം ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് അക്രമവും അതിക്രമവും ചെയ്യാൻ പഠിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ക്രൂരനിലും ക്രൂരനായിട്ടുള്ള ആ കംസന്റെ പ്രജകളല്ലേ നിങ്ങള്? അപ്പൊ അങ്ങനെയുള്ള നിങ്ങളോട് സുഖാണോ എന്ന് ചോദിക്കരുത്. എന്താ അർത്ഥമുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സുഖം ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇത്തം സുനൃതയാവാച നന്ദേന സുസഭാജിത അക്രൂര പരിപൃഷ്ടേന ജഹാബദ്ധ പരിശ്രമം. ഇങ്ങനെ ആദരവോട് കൂടിയിട്ട് നന്ദഗോപര് അക്രൂരനോട് സംസാരിക്കുകയാണ്. അപ്പോഴോ ഇത് കേട്ടതോടുകൂടെ അക്രൂരൻ ആ വഴിയാത്രയിൽ ഉണ്ടായിട്ടുള്ള ക്ഷീണമൊക്കെ ഉപേക്ഷിച്ചു എന്നാണ്. ഇപ്പൊ വാസ്തവത്തിൽ അക്രൂരനെ സംബന്ധിച്ച് ക്ഷീണമൊന്നുമില്ല. കാരണം അദ്ദേഹം ആ മനോരഥത്തിലാ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ശരീരം യാന്ത്രികമായിട്ട് തേരിക്കേറി ഇരുന്നു ഇവിടെ എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ അദ്ദേഹം ക്ഷീണമൊക്കെ തീർത്തു എന്നാണ്. ഇങ്ങനെയാണ് ആ 38-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി 39-ാമത്തെ അധ്യായമാണ്. ഇവിടെ ഭഗവാൻ ഒന്ന് സങ്കല്പിക്കുക. സുഗോപവിഷ്ട പര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേപേ മനോരഥാൻ സർവാൻ പതിയാൻ സ ചകാരഹ. ഇപ്പോ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ അക്രൂരൻ അക്രൂരനെ ഒരു മഞ്ചത്തില് സുഖമായിട്ട് ഇരുത്തി രാമനും കൃഷ്ണനും എന്നാണ്. വേണ്ട ഉപചാരങ്ങളൊക്കെ കൊടുത്ത് മാനിച്ചു. പിന്നെ ഗോകുലത്തിലേക്കുള്ള മാർഗത്തിൽ, അതായത് ആ മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്ക് വരുമ്പോ എന്തെല്ലാം മനോരഥങ്ങള് ഈ അക്രൂരൻ വിചാരിച്ചിട്ടുണ്ടോ അതൊക്കെ സഫലമായി തീർന്നിരിക്കുന്നു. അതാണ് ഭഗവാന്റെ കാരുണ്യം. അതാണ് ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി ആ മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ്. ഇപ്പൊ അക്രൂരന്റെ ആ മനോരഥങ്ങൾ മുഴുവൻ സാധിക്കാൻ പോവുകയാണ് എന്നാണ്. വഴുതുകൾ എന്തൊക്കെ ആഗ്രഹിച്ചുവോ അത് മുഴുവൻ സാധിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ പറയുകയാണ് കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാപി തൽപരാരാജൻ നഹി വാഞ്ചന്തി കിഞ്ചന. പരീക്ഷിതേ, നോക്കൂ, ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ, ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമാണ് ഭഗവാൻ. ആ ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാല് എന്താണ് ഈ ലോകത്തിന് സാധിക്കാൻ പ്രയാസമായിട്ടുള്ളത് ഭക്തനെ സംബന്ധിച്ച്? പക്ഷേ ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാര് യാതൊന്നും ആഗ്രഹിക്കുക പതിവില്ല. ഏകാന്ത ഭക്തിക്ക് തടസ്സമാണ് ആഗ്രഹങ്ങള്. അക്രൂരനാണെച്ചാലോ ശരിക്ക് ഉത്തമ ഭക്തൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മനോരഥങ്ങളൊക്കെ ഭക്തി വളരാൻ സഹായിക്കുന്നതായിരുന്നു. അതുകൊണ്ട് എല്ലാം സാധിപ്പിച്ചു കൊടുക്കാൻ ഭഗവാൻ നിശ്ചയിക്കുകയാണ്. ഇതാണ് ഈ ഭക്തി എന്ന് പറയുമ്പോഴേ ഒരാഗ്രഹവും മനസ്സിലില്ലാത്തൊരവസ്ഥ. അതാണ് ഏകാന്ത ഭക്തന്മാര്. ഈ ഒരു ഭാവം, ഏകാന്ത ഭക്തന്മാരുടെ ഭാവം വൃത്രാസുരന്റെ ചരിത്രത്തിൽ ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഷഷ്ഠസ്കന്ധത്തില് ഇന്ദ്രനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് വൃത്രാസുരൻ ഇന്ദ്രനോട് പറയുന്നുണ്ട്, അല്ലയോ ഇന്ദ്ര, അതായത് ഭഗവാന് വേണ്ടി മാത്രം ഭജിക്കുന്ന ഭക്തന്മാരാണ് ഏകാന്ത ഭക്തന്മാര്. ഇന്ദ്രനോട് വല്ലാണ്ട് കാര്യങ്ങളൊക്കെ അവിടെ ശരിക്കും ആ വൃത്രാസുരന്റെ ഭക്തിയും ഭാവവും കാണുമ്പോൾ നമ്മളൊക്കെ ആശ്ചര്യപ്പെട്ടു പോകും. അതായത് പറയുന്നുണ്ട് അവിടെ വൃത്രാസുരൻ, ആ വജ്രായുധം കൊണ്ട് എന്നെ കൊല്ലാമെന്ന് നിനക്ക് ഉപായം പറഞ്ഞു തന്ന ആ ഭഗവാൻ ഉണ്ടല്ലോ, ആ ഭഗവാൻ എനിക്ക് ഒരു ഉപായം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. എന്താ പറഞ്ഞു തന്നത്? നീ ആ വജ്രായുധം എന്റെ ശിരസിൽ പ്രയോഗിക്കുന്ന സമയത്ത് ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്ന അതായത് ഉപദേശം എന്താ? എന്നെ തന്നെ ഓർത്തുകൊണ്ട് നീ ശരീരം ഉപേക്ഷിച്ചോളൂ എന്നാണ്. അങ്ങനെ ഉപേക്ഷിച്ചാലോ നിനക്ക് തരുന്നത് ഭഗവാൻ ത്രൈലോക്യം, എനിക്ക് തരുന്നത് മോക്ഷം. അപ്പൊ ആരെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നത് നോക്ക്. ഒരു പക്ഷെ നിനക്ക് സംശയം തോന്നാമെന്നാണ് വൃത്രാസുരൻ പറയുന്നത്. എന്നെ കൊല്ലാൻ ഉപായം പറഞ്ഞു തന്ന ഭഗവാൻ എന്തുകൊണ്ട് എനിക്ക് തന്നെ കൊല്ലാൻ ഉപായം പറഞ്ഞു തന്നില്ല എന്നൊരു സംശയം നിനക്ക് തോന്നാം. ന്യായമാണ്. അതിന് ഞാൻ മറുപടി പറഞ്ഞു തരാമെന്നാണ്. എന്താ മറുപടി? ഭഗവാന് വേണ്ടി മാത്രം ഭജിക്കുന്ന ഭക്തന്മാരാണ് ഏകാന്ത ഭക്തന്മാര്.
അവര് വളരെ വിരളമായിട്ട് ഉണ്ടാവുള്ളൂ. വിരലിൽ എണ്ണാവുന്ന ആളുകളെ അങ്ങനെയുള്ള ഏകാന്ത ഭക്തന്മാരായിട്ടുണ്ടാവുള്ളൂ. അവരുടെ മനസ്സില് ലോകപദാർത്ഥങ്ങളെ കുറിച്ചുള്ള ആഗ്രഹത്തിന്റെ ഒരു കണിക പോലും പൊന്താൻ ഭഗവാൻ അനുവദിക്കില്ല. എന്താ കാരണം? ലോകപദാർത്ഥങ്ങളെ കുറിച്ചുള്ള ആഗ്രഹമൊക്കെ ഏകാന്ത ഭക്തിക്ക് അല്ലെങ്കിൽ മോക്ഷാനുഭവത്തിന് തടസ്സമാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കില്ല. അത് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ആ ഭക്തന്മാരുടെ ഹൃദയത്തിൽ പൊന്തില്ല. പിന്നെ ഈ ഐശ്വര്യം, സമ്പത്ത് ഇതൊക്കെ നന്നെ പോലുള്ള സകാമ ഭക്തന്മാർക്കാ കൊടുക്കുക. ഞങ്ങളെ പോലുള്ള ഏകാന്ത ഭക്തന്മാർക്ക് അതൊന്നും തരില്ല. ഈ ഐശ്വര്യവും സമ്പത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭക്തൻ അഹങ്കരിച്ച് നശിക്കും. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഞങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് ഞങ്ങളെ പോലുള്ള ഏകാന്ത ഭക്തന്മാർക്ക് ഈ പറഞ്ഞ ഐശ്വര്യങ്ങളോ സമ്പത്തോ ഒന്നും തരാത്തത്. പിന്നെ ആർക്കാ ഭഗവാൻ അത് കൊടുക്കുക? നന്നെ പോലെ സകാമന്മാർക്കാണ് എന്ന് പറയുകയാണ്. കാര്യം കാണാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കുക. കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ തിരിഞ്ഞു നോക്കാതെ നന്നെ പോലുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെയാണ് അങ്ങനെയുള്ള ഐശ്വര്യങ്ങളൊക്കെ കൊടുക്കുക. ഞങ്ങൾക്ക് അത് തരില്ല. അപ്പൊ ഇതിൽ നിന്ന് അതായത് ഇതിൽ നിന്ന് താൻ മനസ്സിലാക്ക്, ഞങ്ങളെ പോലുള്ള ഏകാന്ത ഭക്തന്മാർക്ക് ഏകാന്ത ഭക്തന്മാരോട് ഭഗവാനുള്ള കാരുണ്യ വായ്പ് എത്രയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂ എന്നാണ് വൃത്രാസുരൻ ഇന്ദ്രനോട് പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് ഈ ഇന്ദ്രൻ വൃത്രാസുരന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. എന്താ കൊടുത്തത്? അഹോ ദാനവ സിദ്ധോസി, ഇത്ര സിദ്ധനായി തീർന്നിരിക്കണോ അതായത് ദാനവാദാണ്. അതായത് ഭക്തിയാകുന്ന അമൃത സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുന്ന നിനക്ക് ഈ ത്രൈലോക്യം ഒക്കെ തുച്ഛമായിട്ട് തോന്നിയതിൽ, അല്ലെങ്കിൽ ത്രൈലോക്യത്തിന്റെ ഐശ്വര്യങ്ങളൊക്കെ തുച്ഛമായിട്ട് തോന്നിയതിൽ യാതൊരു ആശ്ചര്യവും ഇല്ല എന്നാണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ത്രൈലോക്യ ലക്ഷ്മിയുടെ ആ ഭാവം ശരിക്കും ഭക്തിയുടെ ഭാവത്തിന്റെ അടുത്ത് വരില്ല. അപ്പൊ ആ ഭക്തിയാണ് ഏറ്റവും ഉത്കൃഷ്ടം. അപ്പൊ ഏകാന്ത ഭക്തന്മാര് ഒന്നും ഭഗവാനോട് ആഗ്രഹിക്കുന്നതുമില്ല. പക്ഷെ ഇപ്പം ആ അക്രൂരന്റെ ഉള്ളിലുള്ള ആ ഭാവങ്ങളൊക്കെ ഭക്തിയെ വളർത്താൻ തക്കതായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു. അപ്പൊ ഭഗവാൻ വിചാരിച്ചു അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം എന്ന്. എന്നിട്ടോ പറഞ്ഞു, സായന്തനാശനം കൃത്വ ഭഗവാൻ ദേവകീ സുത സുഹൃത്സുവൃത്തം കംസസ്യ പാപ്രച്യാന്യചികീർഷിതം. താഴൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോ കിടക്കുന്ന സമയത്ത് ഭഗവാൻ ആ വസുദേവൻ മുതലായിട്ടുള്ള ബന്ധുക്കളോട് കംസൻ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്നാണ്. അക്രൂരനോട് പറയുകയാണ്, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ, അല്ലയോ ചെറിയച്ച, അങ്ങയുടെ യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? മധുരയിൽ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ക്ഷേമം തന്നെയല്ലേ? നമ്മുടെ കുലത്തിന്റെ തീരാവ്യാധിയായിട്ട് മാറിയ ഞങ്ങളുടെ അമ്മാവനായിട്ടുള്ള ആ കംസൻ ആ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രജകളായിട്ട് നിങ്ങൾക്ക് എന്ത് സൗഖ്യം ഉണ്ടാവുക? നോക്കൂ, ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കിന്നുന കുശലം പ്രച്ച് ഏതമാനയെ കുലാമയെ, കുലത്തിന്റെ തന്നെ അമംഗള സ്വരൂപിയാണ് അല്ലേ അമ്മാവൻ. അതുകൊണ്ട് അദ്ദേഹമല്ലേ ഭരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സൗഖ്യമായിരിക്കില്ല. പിന്നെ പറയാണ്, അഹോ അസ്മദ ഭൂൽഭൂതി പിത്രോർ വൃജനമാറ്റിയോ എൽഹേതോ പുത്രമരണം എൽഹേതോർ ബന്ധനം ദയോ. നോക്കൂ, ഞങ്ങളെ പോലെ എത്ര ദുരിതം ചെയ്തൊരു മക്കള് ലോകത്തിൽ ഉണ്ടാവില്ല. ജനിച്ച ഉടനെ തന്നെ ജ്യേഷ്ഠൻ പിന്നെ ഗർഭപാത്രത്തിൽ നിന്നേ മാറിയിട്ട് വന്ന ആളാ അല്ലെ. ഇവിടെ എന്റെ അവസ്ഥയോ, ജനിച്ച ഉടനെ തന്നെ സ്വന്തം അച്ഛനമ്മമാരെ പിരിഞ്ഞ് ഗോകുലത്തിൽ വന്ന് ഒളിച്ചു താമസിക്കുക, ആ അച്ഛനമ്മമാരെ പിരിഞ്ഞിരിക്കുക. അതുപോലെ ഞാൻ മൂലമാണ് എൻ്റെ അമ്മയ്ക്ക് 6 ജ്യേഷ്ഠന്മാര് നഷ്ടപ്പെട്ടത് അല്ലെ. അതുപോലെ ഞാൻ കാരണമാണ് ഈ അച്ഛനമ്മമാർക്ക് ഇപ്പോഴും കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇത്ര ദുരിതം ചെയ്ത മക്കള് വേറെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. നിത്യാദ്യ ദർശനം സ്വാനാം മഹ്യം വ സൗമ്യകാംക്ഷിതം സംജ്ഞാതം വർണ്യതാം താത തവ ആഗമന കാരണം. ഇപ്പോ ഇങ്ങനെ അച്ഛനമ്മമാരെ പിരിഞ്ഞ് സഹോദരന്മാര് ജ്യേഷ്ഠന്മാര് മരിച്ച ദുഃഖമൊക്കെ അനുഭവിക്കുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് അങ്ങയെ പോലുള്ള ബന്ധുക്കളെ ഇടയ്ക്കെപ്പോഴെങ്കിലും കാണാൻ സാധിക്കുന്നത് വലിയ സന്തോഷമാണ്. ഇപ്പോ അങ്ങ് വന്നതിന് പ്രത്യേക വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം എന്നാണ്. ഇത് കേട്ടപ്പോ അക്രൂരൻ ഭഗവാനോട് പറയുകയാണ്,
അതായത് ഇനി വരാനുണ്ടായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് പറയുക. കംസന് യാദവന്മാരോട് അക്രൂരനെല്ലാം വിസ്തരിച്ച് തന്നെ പറയുകയാണ്. ഇപ്പോ പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവ വൈരാനുബന്ധം യദുഷു വസുദേവ പദോദ്യമം. ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ച സമയത്ത് കംസന് യാദവന്മാരോടുള്ള ആ വൈരത്തെ എപ്പോഴും വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് യാദവന്മാരോടുള്ള വൈരം കംസനിന്റെ എന്നാണ്. അങ്ങനെ വസുദേവനെ വധിക്കാൻ നടത്തുന്ന ശ്രമങ്ങള്, മറ്റു കാര്യങ്ങള് ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുകയാണ്. രാമനും കൃഷ്ണനും വസുദേവരുടെ പുത്രന്മാരാണ് എന്നും അവര് നന്ദഗോകുലത്തിൽ വളരുന്നുണ്ട് എന്നും നാരദ മഹർഷി കംസനോട് പറഞ്ഞതും, കംസൻ വസുദേവരെ കൊല്ലാൻ തുനിഞ്ഞതും നാരദ മഹർഷി തടുത്തതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. സന്ദേശോ യഥർത്ഥം വാ ദൂത സംപ്രേഷിത സ്വയം യദുക്തം നാരദേനാസ്യ സ്വജന്മാനഗതുന്ദുഭേ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്തിനാണ്? അതായത് വസുദേവരുടെ പുത്രന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാരെ കൊല്ലാനായിട്ട് അവിടെ ധനുർയാഗം എന്ന ഒരു യാഗം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. ആ ധനുയാഗം കാണാൻ എന്ന വ്യാജേന ശ്രീകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വധിക്കുകയാണ് കംസന്റെ ഉദ്ദേശം. അപ്പൊ ഇവിടെ കംസൻ ദേവകിയും വസുദേവരെയും ഇപ്പൊ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. രാമകൃഷ്ണന്മാരെ കൊല്ലാനായിട്ട് കേശിയെ പറഞ്ഞയച്ച വിവരമൊക്കെ അറിഞ്ഞു. ഇവിടെ ധനുയാഗത്തിനും മല്ലയുദ്ധത്തിനും വേണ്ട ഏർപ്പാടുകളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോ മധുരയില്. കുവലയാപീഠം എന്ന ആ ആനയുണ്ടല്ലോ, ആ ആനയെയും അതുപോലെ മല്ലന്മാരെയും ഒക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അക്രൂരൻ അതൊക്കെ വിസ്തരിച്ച് കേൾപ്പിച്ചു ഭഗവാനോട് എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ എന്നാണ്. ആ അക്രൂരന്റെ വാക്കുകൾ കേട്ടതോടുകൂടെ ഭഗവാൻ ഒന്ന് ചിരിക്കുകയാണ്. സ്വത്തു ആക്രൂര വജകൃഷ്ണോ ഭരച്ച പരവീരഹാപ്രഹസ്യ നന്ദം വിതരം രാജ്ഞാതിഷ്ടം വിജജ്ഞതു. ഇപ്പോ അക്രൂര, ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞതുപോലെ അച്ഛനോട് മാത്രം പറയരുത്. രെയും കുവലയാപീഠത്തേക്ക് നിർത്തിയിട്ടുണ്ട്. ധനുയാഗം കാണാനെന്ന വ്യാജേന ഞങ്ങളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് കൊല്ലിപ്പിക്കാനാണ് കംസമഹാരാജാവിന്റെ ഉദ്ദേശം എന്നത് അച്ഛനോട് മാത്രം പറഞ്ഞേക്കരുത്. ഭഗവാൻ ഒന്ന് ചിരിച്ചത് എന്താ കാരണം? ഇതൊക്കെ കംസന്റെ മനോരാജ്യങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതാണെന്ന് വിചാരിച്ചിട്ട് എന്നാണ്. അച്ഛനോട് കുട്ടികളെ കൊല്ലാനാണ് കൊണ്ടുപോണത് എന്ന് വെച്ചാൽ അച്ഛൻ കൊടുത്തയക്കില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും പറയണ്ടെന്നാണ് അറിയിച്ചു. അതായത് മധുരാപട്ടണവും ധനുയാഗവും കാണാനാണ് എന്ന് പറഞ്ഞ് രാമനെയും കൃഷ്ണനെയും മധുരയിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന വിവരമൊക്കെ ശരിക്കും അക്രൂരൻ പറഞ്ഞു കൊടുത്തു. അത് കേട്ട് കൃഷ്ണനും രാമനൊക്കെ ചിരിച്ചു. മധുരയില് ആ മഹാരാജാവ് നടത്തുന്ന ധനുയാഗം കാണാൻ ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു ചെല്ലാൻ ആ രാജാവ് കൽപ്പിച്ചതിനനുസരിച്ചിട്ട് അക്രൂരൻ വന്നിരിക്കുകയാണ് എന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി എന്നാണ്. ആവട്ടെ എന്ന് അക്രൂരൻ പറയുകയാണ് എന്നാണ്. ആ അക്രൂരൻ ഈ കാര്യങ്ങളൊക്കെ നന്ദഗോപരെ അറിയിച്ചു. അതെ, അവിടെ ധനുയാഗം നടക്കാൻ പോവുകയാണ്. അതിൽ പങ്കെടുക്കാനായിട്ട് രാമകൃഷ്ണന്മാരെ രാജാവിന്റെ തേജ് തന്നെ അയച്ചിരിക്കുകയാണ്, പ്രത്യേകം ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടു പോകാൻ. പിന്നെ ഗോപന്മാരായിട്ട് നിങ്ങളൊക്കെയും ഗോരസങ്ങളുമായിട്ട് വരാനാണ് മഹാരാജാവിന്റെ കൽപ്പന എന്നാണ്. ഇതുകൊണ്ട് കേട്ടപ്പോ നന്ദഗോപർക്ക് സന്തോഷമായി. എന്താ അത്? ആ മധുരയിലുള്ള ആ മഹാരാജാവ് തന്റെ കുട്ടികളുടെ മഹാത്മ്യങ്ങളൊക്കെ അല്ലെങ്കിൽ വീരശൂര പരാക്രമ ഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പ്രത്യേകം ക്ഷണിതാക്കളായിട്ട് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോകാനാണ് പറഞ്ഞയച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് സന്തോഷമായി. പിന്നെ അദ്ദേഹം ആ ഗോപന്മാരും ഗോരസങ്ങളുമായിട്ട് പുറപ്പെടണം, നന്ദഗോപരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോഴോ ഉടനെ പിന്നെ ആ കാലതാമസമൊന്നും വേണ്ടാന്ന് വെച്ച് ഉടനെ ആ കുട്ടി അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദൂതന്മാരും മുഖാന്തരം ഗോകുലത്തില് നാളെ എല്ലാവരും മധുരയിലേക്ക് പോകാൻ തയ്യാറാവണം. അവിടെ മറ്റേനാൾ ധനുയാഗാണ്. ആ ധനുയാഗത്തിൽ പങ്കെടുക്കാനാണ് നമ്മൾ പോണത്. പോണ ആളുകൾ വെറും കൈയോടെ പോകാൻ പാടില്ല. പിന്നെയോ ഗോരസങ്ങളും അതായത് പാല്, തൈര്, നെയ്യ് ഇതൊക്കെ വേണ്ടതുപോലെ കരുതി വേണം പോകാനാണ്. ഇത് ഈ കൽപ്പനയൊക്കെ കൊടുക്കുകയാണ് ആ നന്ദഗോപര് ദൂതന്മാര് മുഖാന്തരം ഗോപന്മാർക്ക് എന്നാണ്. ഇപ്പോ ഇത് കേട്ടപ്പോ ഗോപന്മാർക്കും വളരെ സന്തോഷമായി. യാസ്യാമശ്യോ മധുപുരിം ദാസ്യാമോ നൃപതേരസാൻ രക്ഷ്യാമ സുമഹൽ പർവായാന്തി ജാനപദാകില ഏവം ആഘോഷേ നന്ദഗോപസ്ഥ ഗോകുലേ.
അങ്ങനെ നമ്മളെല്ലാവരും നാളെ മധുരയിലേക്ക് പോകണം. രാജാവിന് ഗോരസങ്ങളൊക്കെ കൊടുക്കണം. അവിടെ നടക്കുന്ന ധനുയാഗമൊക്കെ കണ്ട് സന്തോഷിക്കണം. നാട്ടിലുള്ള ആളുകളൊക്കെ യാഗം കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നന്ദഗോപുര വ്രജത്തിൽ എല്ലായിടത്തും ആളുകളെ കൊണ്ട് പറഞ്ഞറിയിപ്പിച്ചു എന്നാണ്. ഇത് കേട്ടതോടുകൂടെ ഗോപന്മാരോ അവരത് കേട്ടതോടുകൂടെ അവരും ശരിക്ക് ആ രാമനെയും കൃഷ്ണനെയും മധുരാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഗോകുലത്തിൽ അക്രൂരം വന്നിരിക്കണോ, ഗോപി അവരുടെ കൂടെ നമുക്കും പോണം. അപ്പൊ ആ ഗോപന്മാരൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഇതറിഞ്ഞു ആ ഗോപസ്ത്രീകൾ എന്നാണ്. അവര് വല്ലാത്ത ദുഃഖിതകളായിട്ട് മാറുകയാണ് എന്നാണ്. ഇപ്പോ അക്രൂരം വന്നിരിക്കുന്ന രാമനെയും കൃഷ്ണനെയും കൂട്ടിക്കൊണ്ടുപോകാനാണ്. ആ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലല്ലോ രാമകൃഷ്ണന്മാര്. ഗോപികൾ വല്ലാണ്ട് സങ്കടപ്പെടുകയാണ്. അവര് ശരിക്കും ജീവിതം തന്നെ ശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ പോണത്. എന്താ അവിടെ പറയണത്? കാറ്റിൽ തൽകൃത കൃത്താപശ്വാസംളാന മുഖശ്രിയ സംസദ്കൂലവരയ കേശഗ്രന്ഥ്യച്ചന. ആ വാർത്ത കേട്ടപ്പോ തന്നെ ആ ഗോപികൾക്കുണ്ടായിട്ടുള്ള ദുഃഖം വിവരിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോ ആ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണ വിവരം അറിഞ്ഞതോടുകൂടി അവർ സങ്കടപ്പെടുകയാണ്. ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിഞ്ഞു പോണതോ മുടി അഴിഞ്ഞു വീഴുന്നതോ ഒന്നും അവരറിയുന്നില്ല. അതായത് ശരിക്ക് സകല ഇന്ദ്രിയ വൃത്തികളും മനോവൃത്തികളും ഉപേക്ഷിച്ച് ആത്മാവിനെ തന്നിൽ താനായിട്ട് സാക്ഷാത്കരിച്ച സമാധിസ്ഥന്മാരായിട്ടുള്ള യോഗികളെ പോലെ അവര് ശരിക്കും ദുഃഖത്തിന്റെ തീവ്രതയില് ആ ശരീരത്തെ മറന്നു നിൽക്കുകയാണ്. അവര് ശരീരത്തിന്റെ അനുഭവങ്ങളൊന്നും അവരറിയണതേ ഇല്ല എന്നാണ്. മറ്റുള്ളവര് ആ സ്മരന്യച്ചാപരാശൗരേരനുരാഗസ്മിതേരിതാം ഹൃദിസ്പൃശിത്രപദ ഗിര സമമോഹസ്ത്രീയ. ചില സ്ത്രീകളോ ഭഗവാൻ പോണോന്ന് അറിഞ്ഞതോടുകൂടെ കൃഷ്ണന്റെ മധുരമായിട്ടുള്ള ആ മന്ദഹാസത്തോടു കൂടിയതും മനസ്സിൽ പതിയുന്നതുമായിട്ടുള്ള അനവധി അർത്ഥങ്ങളുള്ളതായ വാക്കുകളെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർമ്മിക്കുകയാണ് എന്നാണ്. അവർ വല്ലാണ്ട് സങ്കടപ്പെടുകയാണ് അതിനെക്കുറിച്ചൊക്കെ ഓർമ്മിച്ചിട്ട്. ഗതിം സുലളിതാം ജ്യേഷ്ഠാം സ്നിഗ്ധഹാസാവലോകനം ശോകാപഹാനി നിർമ്മാണി ക്രോധാമചരിതാനിജ ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാവിരഹകാതര സമേതാ സംഘശപ്രോജു അശ്രുമുഖ്യോച്യുതാശയ. ആ കൃഷ്ണന്റെ ഓരോ ഭാവങ്ങളെ കുറിച്ച് ഓർക്കുക. മനോഹരമായിട്ടുള്ള നടത്തം, ആ സ്നേഹം നിറഞ്ഞ പുഞ്ചിരി, കാരുണ്യ കടാക്ഷം, ദുഃഖത്തെ അകറ്റുന്നതായിട്ടുള്ള തമാശകള്, ഇവയെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ വിരഹതപ്പതകളായിട്ടുള്ള ഗോപികളെ എല്ലാവരും അന്ന് രാത്രി അടുത്തുള്ളൊരു വീട്ടില് ഒന്നിച്ചങ്ങ് കൂടുകയാണ്. ആ ദുഃഖ വിവശകളായിട്ട് പലതും പറഞ്ഞ് അവര് കരയുകയാണ്. രാത്രി അവര് കരച്ചില് മാത്രമേ അവർക്കുള്ളൂ എന്നാണ്. എന്നിട്ട് എന്താ അവര് പറയണത്? അവിടെ വെച്ച് ഇനി ഗോപികളുടെ ദുഃഖത്തെ ഒന്ന് വർണ്ണിക്കുകയാണ്. ഗോപ്യൗജു, ആ ഗോപികൾ പറയണം, അഹോ വിദാതസ്തവന ക്വചിദ്ദയ സംയോജ്യ മൈത്രിയ പ്രണയേന ദേഹിന താം ചാകൃതാർത്ഥം വിനിയുക്ഷ വാർത്തകം വിക്രീഡിതം ദർഭകചേഷ്ടിതം യഥാ. പറയണം ഗോപികള്, അല്ലയോ ബ്രഹ്മാവേ, അങ്ങക്ക് ഇത്ര ആ കാരുണ്യം ഇല്ലാണ്ട് പോയോ എന്ന് ചോദിക്കുകയാണ്. ആ ബ്രഹ്മാവാണല്ലോ സൃഷ്ടികർത്താവായിട്ടിരിക്കുന്നത്. ആ ബ്രഹ്മാവിനെ വിളിച്ചിട്ടാണ് അവര് പഠിക്കുന്നത്. അങ്ങയ്ക്ക് കാരുണ്യത്തിന്റെ ഒരു കണിക പോലും അങ്ങയുടെ പെരുമാറ്റത്തിലില്ല. എന്താ? സ്നേഹം കൊണ്ടും മൈത്രി കൊണ്ടും ജീവന്മാരെ പരസ്പരം ഇണക്കിയ ശേഷം സ്നേഹിച്ച് മതിവരാത്ത അവരെ അങ്ങ് അകറ്റിക്കളയുകയാണ് എന്നാണ്. ഈ തരത്തിലുള്ള അങ്ങയുടെ പ്രവൃത്തി കുട്ടികളുടെ കളികൾ പോലെ അർത്ഥമില്ലാത്തതായിട്ടാണ് തോന്നുന്നത് എന്നാണ്. കുട്ടികള് മണ്ണപ്പം ചുട്ട് കളിക്കുന്നതാണ്. ആ പണ്ടത്തെ കുട്ടികളൊക്കെ എന്നൊന്നും ആ കുട്ടികൾക്ക് അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ല എന്നാണ്. അതിന്റെയൊക്കെ കുഴപ്പമാണെന്ന് വളരുന്ന തലമുറയിൽ നമ്മൾ കാണുന്നത്. ആ മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോ അമ്മ വന്ന് ഒന്ന് വിളിക്കേ വേണ്ടു. വിളിച്ചു ഭക്ഷണത്തിന് കാലായി എന്ന് വിളിച്ചാൽ അതൊക്കെ ഒന്ന് തട്ടിത്തെറിപ്പിച്ചൊരു ഓടി വരവുണ്ട്. അതുവരെ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പക്ഷെ അതിനെ കുറിച്ചൊന്നും അവർ ഓർക്കില്ല. അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ടാ പിന്നെ വരിക. അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കണം കുട്ടികളുടെ ഈ ഭാവം. കാരണം അതിലൊന്നും വലിയ മനസ്സ് വെക്കരുത്, അതൊക്കെ ഇത്രയേ ഉള്ളൂ, ഒക്കെ നിസാരങ്ങളാണ് എന്ന് ആ കുട്ടികൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുവരെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ മണ്ണപ്പൊക്കെ ചുട്ട് അത് അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള ഭാവത്തിലൊക്കെ ഇരുന്നത്. ആ സമയത്ത് വളരെ സീരിയസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മ വന്ന് വിളിച്ചതോട് കൂടിയിട്ട് അത് എത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് അതിനെയൊക്കെ നശിപ്പിച്ച് അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിച്ചിട്ട് ഓടി വരുന്നത്. ഇത്രയേ ഉള്ളൂ പ്രപഞ്ചാനുഭവങ്ങള് എന്ന് കാണിച്ചു തരികയല്ലേ കുട്ടികള് അവരുടെ ആ കളിയിലൂടെ. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അതാണ് കാണുന്നത്. ഇപ്പൊ ഇവിടെ ആ കുട്ടിക്കളി പോലെ അർത്ഥമില്ലാത്തതാണോ ബ്രഹ്മാവ് അങ്ങയുടെ ഈ പ്രവൃത്തി എന്നാണ് അല്ലെ. നോക്കൂ, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ വരുമ്പോഴേ നമ്മളത് മനസ്സിലാക്കുള്ളൂ. നമ്മുടെ താഴെയുള്ള ആളുകള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ അവര് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല്
അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ ശരിക്ക് ഹൃദയത്തിൽ തട്ടി നമുക്ക് മനസ്സിലാക്കാം, ആ അനുഭവം വരുന്നതാണ്. അപ്പൊ ഭഗവാന് അല്ലെങ്കിൽ ബ്രഹ്മാവിന് അതൊരു ആ സ്നേഹബന്ധം എന്നുള്ളതൊക്കെ വ്യർത്ഥമായിട്ടുള്ള അവസ്ഥയിലാണോ? ഇതാണോ അങ്ങയുടെ ഭാവം എന്നാണ് അല്ലെ? അവരെ തമ്മിൽ വേർപെടുത്തുക, ആദ്യം കൂട്ടിയോജിപ്പിക്കുക, അവരെ സ്നേഹിച്ച് തീരുന്നതിന് മുമ്പേ അവരെ വേർപെടുത്തുക. ഇതൊരു വിനോദം. ഇത് ഒരു കുട്ടിക്കളി പോലെ, ആ കുട്ടിക്കളിക്ക് തുല്യല്ലേ എന്നാണ്. യസ്ത്വം പ്രദർശ്യാസിത കുന്തളാവൃതം മുകുന്ദവക്തം സുഖപോലെ മുന്നസം ശോകാപനോദസ്മിത ക്ലേശസുന്ദരം കരോഷി പാരോക്ഷ്യം അസാധുതേകൃതം. അല്ലയോ ബ്രഹ്മാവേ, ഈ കൃഷ്ണനെ കാണാണ്ട് ഞങ്ങൾ എങ്ങനെ ഇനി ജീവിക്കുക എന്ന് ചോദിക്കുകയാണ്. എന്താ ആ ഭഗവാന്റെ ആ വിരഹം ശരിക്ക് വേദനാജനകമാണ്. നീല കുറുനിരകള് പാറിപ്പറക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള നെറ്റിത്തടം, സുന്ദരമായിട്ടുള്ള കവിൾത്തടങ്ങള്, ഭംഗിയുള്ള ആ നാസിക, ഇവയോട് കൂടിയതും ദുഃഖത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ആ പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്നതുമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ മുഖാരവിന്ദത്തെ ഞങ്ങൾക്ക് 11 കൊല്ലം അങ്ങ് കാണിച്ചു തന്നു എന്നാണ്. ആ 11 കൊല്ലത്തെ ശ്രീകൃഷ്ണനുമായിട്ടുള്ള ചേർച്ച കൊണ്ട് ഞങ്ങൾക്കിപ്പോ ശ്രീകൃഷ്ണനെ മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി എന്നാണ്. അപ്പോഴാണ് അങ്ങ് ഇപ്പൊ കൃഷ്ണനെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോവുകയാണ് എന്നാണ്. ഈ പ്രവൃത്തി തീരെ ശരിയല്ല എന്നാണ് ഗോപികളുടെ അവസ്ഥ. ഇത് തീരെ ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ല എന്നാണ്. പിന്നെ ആ ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണായിട്ടുള്ള കണ്ണനെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനായിട്ട് അല്ലെ, ക്രൂരസ്ത്വം അക്രൂരസമാഖ്യയാസ്മന ചട്ടുർഹിതത്വം ഹരസേവതാജ്ഞവത് ഏനൈകദേശേകില സർഗസൗഷ്ഠവം ഉദീയമദ്രാക്ഷ്മ വയം മധുവിശാം. അതായത് അങ്ങ് തന്നെയാണ് ശരിക്ക് ഞങ്ങളുടെ കണ്ണിന്റെ അക്രൂരൻ എന്ന പേരില് ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണായിട്ടുള്ള കൃഷ്ണനെ അപഹരിച്ചു കൊണ്ടുപോണത്. ആ ശ്രീകൃഷ്ണന്റെ എന്തുകൊണ്ടാ ഇപ്പൊ ഞങ്ങളോട് അങ്ങ് ഈ തരത്തിലുള്ള പ്രവൃത്തി ചെയ്തതെന്നാണെങ്കിൽ ഞങ്ങളുടെ സംശയം എന്താ അറിയോ? അതായത് ആ ശ്രീകൃഷ്ണന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾക്ക് അങ്ങയുടെ സൃഷ്ടിയാകുന്ന ഈ പ്രപഞ്ച വസ്തുക്കളിൽ ഒന്നിലും സൗന്ദര്യം കാണാൻ കഴിയുന്നില്ല. ഭഗവാനെ കണ്ടതോട് കൂടിയിട്ടേ പ്രപഞ്ച വസ്തുക്കൾക്കൊന്നും ഒരു സൗന്ദര്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഭഗവാനിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ആ പ്രപഞ്ചത്തിൽ ഒരു വസ്തുക്കളുടെ സൗന്ദര്യം കാണുന്നില്ല. അപ്പൊ അതിന് ആ ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷയായിട്ടായിരിക്കും അങ്ങ് ഞങ്ങളിൽ നിന്ന് കൃഷ്ണനെ അകറ്റിക്കൊണ്ടുപോണത് എന്നാണ് അവരുടെ അഭിപ്രായം എന്നാണ്. ഇതാണ് അവരുടെ ഭാവം എന്നാണ്. അപ്പൊ ഞങ്ങളുടെ കണ്ണിനെയാണ് ഇപ്പോ അങ്ങ് അപഹരിക്കുന്നത്. ആ ഭഗവാൻ പെടുന്ന് പോയാൽ നന്ദസൂനോ ക്ഷണഭംഗ സൗഹൃദ സമീക്ഷതേന സുഹൃദാതുരാപദ വിഹായ ഗേഹാൻ സ്വജനാൻ സുധാൻ പതിം തദ്ദാസ്യം നവപ്രിയ. നോക്കൂ, ഇപ്പൊ ആ കൃഷ്ണന്, ആ ശ്രീകൃഷ്ണന്റെ ആ ഭാവം, ഗോപികളെ ആ കൃഷ്ണന്റെ സ്നേഹം എത്ര നൈമിഷികമാണ് എന്നാണ് ഒരു ഗോപി മറ്റുള്ള ഗോപികളോട് പറയുന്നത്. എന്താ, നമ്മൾ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് കൃഷ്ണനെ ആശ്രയിച്ചു വന്നത്. ഉപേക്ഷിക്കാൻ പ്രയാസമായിട്ടുള്ള വീട്, സ്വജനങ്ങള്, പുത്രന്മാര്, ഭർത്താക്കന്മാര്, ഇവയൊക്കെ ഉപേക്ഷിച്ച് സർവസംഗ പരിത്യാഗികളായിട്ട് സന്യാസിമാരെ പോലെ നമ്മള് കൃഷ്ണനെ സർവാത്മന ആശ്രയിച്ചു. അങ്ങനെയുള്ള നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മെനക്കെടാതെ കൃഷ്ണൻ ഇതാ നമ്മളിൽ നിന്ന് അകന്ന് മധുരയിലേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ കൃഷ്ണന്റെ അവസ്ഥ. നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇല്ലല്ലോ. ഒന്ന് നോക്കി നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരു കാരുണ്യം കാണിക്കണില്ല കൃഷ്ണൻ. ഇനിയിപ്പോ ഇവിടുന്ന് കൃഷ്ണൻ അങ്ങോട്ട് മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളൊക്കെ മധുരാനാരിമാരുടെ ശരിക്ക് നല്ല ദിവസങ്ങളായിട്ട് തീരും. സുഖം പ്രഭാത രജനീയമാശിഷാ സത്യാ ബഭൂവു പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം പ്രജസ്പതേ ആസ്യന്ത്യവാങ്കോത്കലിതാസ്മിതാസവം. ഇപ്പൊ ഇനി ആ മധുരാനാരിമാരുടെ ആ ദിവസങ്ങളാണ് ഇനിയൊക്കെ. അതായത് മധുരയിലെ സ്ത്രീരത്നങ്ങൾക്ക് ഇന്നത്തെ രാത്രി പുലരുന്നത് എല്ലാവിധ മംഗളത്തെയും നൽകിക്കൊണ്ടായിരിക്കും. സർവമംഗള സ്വരൂപനായിട്ടുള്ള കൃഷ്ണനല്ലേ ഇനി മധുരയിൽ എത്താൻ പോണത്. മധുരയിൽ പ്രവേശിക്കുന്ന കൃഷ്ണന്റെ ആ മുഖ സൗന്ദര്യം അവർക്ക് നാളെ മുതൽ ശരിക്ക് കൺകുളിർക്കെ ആസ്വദിക്കാൻ കഴിയുമല്ലോ. ആ മധുരയിലെ ആ നഗരസുന്ദരിമാരുടെ അവരുടെ ആ ഓരോ തരത്തിലുള്ള, അതായത് സൗന്ദര്യം, അതുപോലെ വർത്തമാനം, ഇതിലൊക്കെ പെട്ട് അവരുടെ ആ ശരിക്കും കൃഷ്ണന്റെ സൗന്ദര്യം അവര് കണ്ണുകൊണ്ട് വാരിക്കോരി കുടിച്ച് ഇന്ന് ആ
പുരസ്ത്രീകളുടെ മനോരഥങ്ങളൊക്കെ സഫലമാകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളൊക്കെ മധുരാനാരിമാരുടെ ദിവസങ്ങളാ. നമ്മുടെ ദിവസങ്ങളൊക്കെ അസ്തമിച്ചു എന്നാണ് അവര് പറയുന്നത്. താസാം മുകുന്ദോ മധുമഞ്ജുഭാഷിതൈർഹിതചിത്ത പരവാൻ മനസ്യപി കഥം പുനർന്ന പ്രതിയാസ്യതേ ബലാ ഗ്രാമ്യ സലജ്ജസ്മിത വിഭ്രമൈർഭ്രമൻ. ഇനി ഇവിടെ നിന്ന് കൃഷ്ണൻ അങ്ങോട്ട് പോയി മധുരയിലെത്തിക്കഴിഞ്ഞാൽ ഈ ഗ്രാമ്യ സ്ത്രീകളായിട്ടുള്ള നമ്മളെ ഇനി കൃഷ്ണൻ മനസ്സിൽ പോലും സ്മരിക്കില്ല, തിരിഞ്ഞു നോക്കില്ല എന്ന് മാത്രമല്ല മനസ്സിൽ പോലും നമ്മളെ കുറിച്ചൊരു ചിന്ത കൃഷ്ണൻ ഉണ്ടാവില്ല എന്നാണ്. എന്താ കാരണം? ചിന്തിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് മധുരയിലെ ആ നഗരത്തിൽ വസിക്കുന്ന സുന്ദരിമാരുടെ കൃത്രിമമായിട്ടുള്ള സൗന്ദര്യം, അതുപോലെ തന്നെ കൃത്രിമമായിട്ടുള്ള സംഭാഷണ ചാതുരി അല്ലേ. അപ്പോ മധുരയിലെ നഗരസുന്ദരിമാരുടെ സൗന്ദര്യത്തിലും മധുര ഭാഷണങ്ങളിലും മയങ്ങി കൃഷ്ണൻ ഇനി അവിടെ തന്നെ താമസിക്കുകയുണ്ടാവുള്ളൂ. പാവങ്ങളായിട്ടുള്ള നമ്മുടെ ഈ കുഗ്രാമത്തിലേക്ക് ഇനി കൃഷ്ണൻ മടങ്ങി വരുന്നുണ്ടാവില്ല. അപ്പൊ യാദവന്മാരുടെ കണ്ണുകൾക്ക് ഇന്ന് മുതല് മഹോത്സവം തന്നെയായിരിക്കും എന്നാണ്. ഇതാണ് അതായത് ഇനി മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നഗരത്തിലെ സ്ത്രീകൾക്ക് കുറച്ച് സാമർഥ്യം കൂടുന്ന പറയുക. എന്റെ ഗുരുനാഥൻ എപ്പോഴും പറയും, എന്താ അതിന് കാരണം എന്നാണെങ്കിൽ ഈ രണ്ടു തരത്തിലുള്ള പാർലറൊക്കെ ഉണ്ടാവുന്നതേ ഈ നഗരത്തിലാ. ആ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അഹങ്കാരത്തെ വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള പാർലർ. അപ്പൊ ഇത് ഈ നഗരങ്ങളില്ല. അപ്പൊ അവിടെയുള്ള ആ കൃത്രിമമായിട്ടുള്ള സൗന്ദര്യം ഈ നഗരങ്ങളിലെ കൃത്രിമത്വം ഏറുന്നാണ്. ഇവിടെ ശരിക്ക് ആ ഭാവങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിക്ക് അതായത് പ്രകൃത്യ ഉള്ളതായിരിക്കുന്നതാണ്. ഈ മറ്റിടത്ത് നേരെ മറിച്ച കൃത്രിമത്വം കൂടും അവിടെ അല്ലെ. അപ്പൊ കൃത്രിമമായിട്ടുള്ള സൗന്ദര്യം, അതുപോലെ കൃത്രിമമായിട്ടുള്ള സംഭാഷണം, അതിലൊക്കെ പെട്ടിട്ട് കൃഷ്ണൻ മയങ്ങി ഗ്രാമ്യ സ്ത്രീകളായിട്ടുള്ള നമ്മളെ ഓർക്കുക പോലും ഇല്ല. നമ്മുടെ ഗോകുലത്തെ കുറിച്ച് പോലും സ്മരിക്കില്ല. ഇതിപ്പോ അങ്ങനെ തന്നെയാ. അപ്പൊ കൃഷ്ണന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കാര്യമൊക്കെ എടുത്ത് നോക്കൂ. നമ്മളിപ്പോ നാട്ടിൻപുറത്തൊക്കെ ജനിച്ച് വളർന്ന് ആ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി വലിയ സിറ്റികളിലൊക്കെ പോയി അവിടെ വല്ല ജോലിയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ താമസിക്കുക. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നുള്ള സമ്പ്രദായം പോലും ഇല്ല. ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് കൂടി എന്നാ പറയുക. ആ നാട്ടുപുറത്തെ എന്താ നന്മകളാൽ സമൃദ്ധം എന്നൊക്കെയാണ് അല്ലെ. ഇപ്പോഴും ആ നന്മകളൊക്കെ കാണുന്ന നാട്ടിൻപുറത്ത് തന്നെ അത്യാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ആ സിറ്റികളിലൊന്നും ഉണ്ടാവില്ല അത് എന്നാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ആ നാട്ടിൻപുറക്കാരായിട്ടുള്ള നമ്മളെ എന്നേക്കുമായിട്ട് കൃഷ്ണൻ മറക്കും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ചിന്ത പോലും, ഗോകുലത്തെ കുറിച്ചുള്ള ചിന്ത പോലും കൃഷ്ണന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അത് ചിന്തിക്കാൻ സമയം കിട്ടില്ല. കാരണം ആ നാട്ടുപുറ അതായത് നഗരങ്ങളിലൊക്കെ ചെന്ന് അവിടെയുള്ള കൃത്രിമത്വത്തിൽ ഭ്രമിച്ച് അവിടെ അങ്ങ് പോവുകയാണ് എന്നാണ്. അപ്പോ ഈ ഒരു ഭാവമാണ് ആ ഗോപസ്ത്രീകൾക്ക് എന്നാണ്. ഇനി നമ്മളെ ഓർക്കുക പോലും ഇല്ല എന്നാണ്. അദ്യധ്രുവം തത്ര ദൃശോ ഭവിഷ്യതേ ദാശാർഹ ഭോജാന്തക വൃഷ്ണി സത്വതാം മഹോത്സവ ശ്രീ രമണം ഗുണാസ്പദം ദക്ഷ്യന്തിയേ ചാധ്വനി ദേവകീസുതം. അതായത് യാദവന്മാരുടെ കണ്ണുകൾക്ക് ഇന്ന് മുതല് മഹോത്സവം തന്നെയാ മധുരയിലുള്ള ആളുകൾക്ക്. ആ പട്ടണത്തിൽ പ്രവേശിക്കുന്നവരും ലക്ഷ്മി വല്ലഭനും സകല ഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള കൃഷ്ണനെ ഇന്ന് രാജപാതയിൽ വെച്ച് അവർക്ക് മതിയാവോളം കണ്ട് ആസ്വദിക്കാനായിക്കൊണ്ട് പറ്റുന്നതാണ്. അത് നിശ്ചയില്ലേ. ഇപ്പോ അതായത് ലക്ഷ്മി ദേവിയെ പോലും രമിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ആ ദേവകിയുടെ പുത്രനാണ്. ആ ഭഗവാനെ കാണുന്ന ദാശാർഹന്മാര്, ഭോജന്മാര്, അന്തകന്മാര്, വൃഷ്ണികള് തുടങ്ങിയിട്ടുള്ള ആ പുരവാസികള്, കൂടാതെ കൃഷ്ണനെ ദർശിക്കുന്ന മറ്റുള്ളവരുടെ ഒക്കെ കണ്ണുകൾക്ക് ശരിക്ക് നേത്രോത്സവം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. കണ്ണുകൾക്ക് ഉത്സവത്തിന്റെ ഭാവത്തെ കൊടുക്കുന്നതാണ് ഭഗവാന്റെ ദർശനം. ഇതുവരെ നമ്മൾ അനുഭവിച്ച ആ പരമാനന്ദ നിർവൃതി ഇന്ന് മുതല് അവർക്കാണ് കിട്ടാനായി കൊണ്ടുപോണത്. ഇതാണ് അവരുടെ ആ ഭാവം വർണ്ണിക്കുന്നത്. ഇങ്ങനെ ഈ നമ്മുടെ ഇത്രയും നമ്മളെ ഇത്ര വലിയ ദുരിതത്തിലേക്ക്, ദുഃഖത്തിലേക്ക് ആഴ്ത്തിയിട്ട് നമ്മുടെ രാമകൃഷ്ണന്മാരെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനായിട്ട് വന്ന ആ ക്രൂര കൃത്യം ചെയ്യാൻ വന്ന ആളുടെ പേര് അതാണ് വിചിത്രം. എന്താ അത്? മൈതൽ വിദാസ്യ കരുണസ്യ നാമഭൂത ക്രൂര ഇത്യേതദീവദാരുണ യോസാവനാശ്വാസ്യ സുദുഃഖിതം ജനം പ്രിയാൽ പ്രിയം നേക്ഷ്യതി പാരമധ്വന. അപ്പൊ ഇവിടെ വന്ന് കൃഷ്ണനെ കൊണ്ടുപോകുന്നതായ ആ കരുണ ഒട്ടുമില്ലാത്ത ആ കരുണാഹീനന് അക്രൂരൻ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്.
അത് ശരിക്ക് യോജിക്കുവോ എന്നാണ് അല്ലെ? അക്രൂരനല്ല, ശരിക്ക് പറഞ്ഞാല് അവൻ അതിക്രൂരൻ തന്നെയാണെന്നാണ്. ആ ഭാവാണ്. എന്താ ആ ഇവിടെ ആ ശരിക്കും നമ്മുടെ ആ കണ്ണിന്റെ കണ്ണായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോവുക. ഇത്രയും ക്രൂരനായിട്ടുള്ള ഈ അക്രൂരന് ഈ ആൾക്ക് അക്രൂരൻ എന്നുള്ള പേര്, അക്രൂരൻ എന്ന് വെച്ചാൽ ശാന്തം എന്നാണ് അല്ലെ, എന്ന പേര് കൊടുത്തത് ആരാണ്? പരമദുഃഖിതകളായിട്ടുള്ള നമ്മളെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ പോലും മെനക്കെടാതെ അവൻ നമ്മുടെ സർവസ്വമായിട്ടുള്ള കൃഷ്ണനെ കണ്ണെത്താത്ത ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മളോട് തീരെ ദയയില്ലാത്ത കൃഷ്ണൻ ഇതാ ഇതിനെ തേരി കയറിയിട്ട് അതായത് ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. ആ ഗോപന്മാരാണ് വെച്ചാല് കാളവണ്ടികളില് അദ്ദേഹത്തെ, അതായത് രാമകൃഷ്ണന്മാരെ തുടർന്ന് പോവുകയും ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോവുകയാണ് അല്ലേ? അപ്പൊ ആ ഒരു അവസ്ഥ ആലോചിക്കുകയാണ് അവര് എന്നാണ്. ഇനി നമുക്ക് ഇപ്പോ ഈശ്വരൻ അനുകൂലമല്ല, പ്രതികൂലമായിട്ടിരിക്കുകയാണ്. അക്രൂരനാണ് ഇതിന് കാരണക്കാരൻ. അപ്പൊ ഇപ്പൊ എന്തപ്പോ നമുക്ക് കഷ്ടകാല. അക്രൂരൻ എന്ന ഭാവത്തില് വന്ന് കൃഷ്ണനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതോടുകൂടെ ഇനി കൃഷ്ണ വിരഹം മാത്രമായിരിക്കും നമുക്ക്. കൃഷ്ണനില്ലാത്ത ജീവിതം ഇനി നമുക്ക് എന്തിനാണ് എന്നുള്ള ഭാവത്തിലാണ്. ഇനി അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകളുടെ ആ മനസ്സിന്റെ ആ ഭാവങ്ങളെ ഒന്നും കൂടെ വർണ്ണിക്കുകയാണ്. അത് നമുക്കിനി അടുത്ത ദിവസം അനുസ്മരിക്കാം. ഏതായാലും ആ ഗോപസ്ത്രീകളുടെ ആ ദുഃഖം ഇനി ശരിക്ക് ആ ഭഗവാൻ ഇവിടുന്ന് പോണതോടുകൂടെ പിന്നെ ആ വിരഹ ദുഃഖത്തിൽ നീറിയിട്ടുള്ള ആ ഗോപസ്ത്രീകൾ എന്തിനു വേണ്ടിയിട്ടാ ഭഗവാൻ ഇങ്ങനെ ഒരു ദുഃഖം ഗോപസ്ത്രീകൾക്ക് കൊടുത്തത്? ശരിയായോ എന്ന് നമുക്ക് സംശയം തോന്നാം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ നന്നാക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം വിരഹത്തിലെ ഭക്തി ശോഭിക്കുന്നു. ആ ഭക്തി ശരിയായിട്ടുള്ള രീതിയിൽ ഹൃദയത്തിൽ ഉറയ്ക്കുന്നത് വിരഹത്തിൽ അടുത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോ അത്ര വലിയ ആ ഭക്തിയും ഭാവവും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ പുറത്താകുമ്പോ എപ്പോഴും സ്മരണ നമ്മുടെ ഉള്ളില് അതിനെക്കുറിച്ച് തന്നെ ഉണ്ടാവുന്നതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഗോപസ്ത്രീകളുടെ കഥ പറയുമ്പോ തന്നെ ആ രാസക്രീഡയില് ഒരു നിധി കിട്ടിയ ആളുടെ കഥ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു നിധി കിട്ടിയിട്ട് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കിട്ടിയ ആളെ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രമേ സ്മരിക്കുള്ളൂ. ഇതുപോലെ ആ നിരന്തര സ്മരണ കൊണ്ട് മനസ്സ് അങ്ങേയറ്റത്തെ പരമ പവിത്രമാക്കി തീർക്കുക. എങ്കിലേ അവർക്ക് ശരിയായിട്ടുള്ള ആത്മസാക്ഷാത്കാരം. കാരണം അവര് മറ്റു അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാത്ത കൂട്ടർ അവർക്കൊന്നും അറിയില്ല. അത് പറയുന്നുണ്ട്, വേദം പഠിച്ചിട്ടില്ല, തപസ് ചെയ്തിട്ടില്ല, അതുപോലെ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല, അതുപോലെ ആ സംസ്കാര ക്രിയകൾ, എന്നിട്ട് അവർക്ക് ആ ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ തരത്തിലുള്ള നിഷ്കാമമായിട്ടുള്ള ഭക്തി, മനസ്സിന്റെ ശുദ്ധി, ഹൃദയ വിശാലത, ആ പരമ പവിത്രത, അതാണ് അതിന് കാരണം. അത് ഇനിയുള്ള കഥകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ശരിയായിട്ട് ബോധ്യമാവുകയും ചെയ്യും. ഏതായാലും ഇന്നത്തെ സത്സംഗം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നാളെ 27ാമത്തെ ശ്ലോകം മുതലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അനുസ്മരിച്ച് 39ാമത്തെ അധ്യായത്തിലെ 27 ശ്ലോകം മുതലുള്ള കാര്യങ്ങൾ ഒന്ന് അനുസ്മരിച്ച് അക്രൂരന്റെ സ്തുതിയോട് കൂടിയിട്ട് നാളത്തെ സത്സംഗത്തെ ഭഗവത് പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. ഇന്ന് ഏതായാലും ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഇപ്പൊ നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ യജ്ഞ സമർപ്പണം നടത്തി ധന്യധന്യരായിട്ടുള്ള മഹാത്മാവാണ് അമോൾ പ്രേംചന്ദ് രജിത ഓവിയ. ബറോഡയിലാണ് അവരാണ് ഇന്ന് യജ്ഞസമർപ്പണം നടത്തി ധന്യധന്യരായിരിക്കുന്നത്. ഏതായാലും അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ വംശത്തിന് തന്നെ പൂർണ്ണമായിട്ട്, അതായത് 21 തലമുറയ്ക്ക് അവരുടെ വംശശുദ്ധി ഈ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതിന് അത് ഭഗവാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. പ്രഹ്ലാദനെ അനുഗ്രഹിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ ഹിരണ്യകശിപുവിന്റെ 21 തലമുറ ശുദ്ധമായിരിക്കണോ ആ പ്രഹ്ലാദന്റെ ഭാവം കൊണ്ട് എന്നാണ്, ആ ഭക്തിയുടെ ഭാവം കൊണ്ട്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നതാണ് ഈ അമോൽ പ്രേംചന്ദ് എന്ന ആ മഹാത്മാവ്, അവരുടെ കുടുംബസമേതം. അപ്പൊ അവർക്ക് ഇങ്ങനൊരു പ്രവൃത്തി, ഈ സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് അതൊക്കെ നമ്മളെ പോലുള്ളവർക്കൊക്കെ, അത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് കേൾക്കാനും അതിനെക്കുറിച്ച് ഒന്ന് കുറച്ചു നേരം മനസ്സിരുത്താനും ഭഗവാന്റെ മഹാത്മ്യത്തെ കുറിച്ച് ചിന്തിക്കാനും അതുമൂലം മനസ്സിനെ പരിശുദ്ധമാക്കാനും കഴിയുന്നത്.
അപ്പൊ ആ കിട്ടിയ പുണ്യത്തിന്റെ അംശം ഇതിന് കാരണക്കാരായിട്ടുള്ള ഈ സമർപ്പണക്കാർക്ക്, യജ്ഞസമർപ്പണക്കാർക്ക് കിട്ടുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണോ അവർ ഈ സമർപ്പണം എന്ന ഭാവം നടത്തിയത്, അവർക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ അവരുടെ ഉള്ളിലിരുന്ന് സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേലിലും ഇത്തരത്തിലുള്ള ആ സൽക്കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള യജ്ഞസമർപ്പണവും അതിനായിട്ട് പ്രവർത്തിക്കാനും അതിനുള്ള കഴിവും അതുപോലെ സന്മനസ്സും ശ്രീ ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ കുടുംബത്തിന് മേൽക്കുമേൽ ഭഗവാന്റെ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എല്ലാ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാവും. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സത്സംഗത്തെ നമുക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഓം ഹരി ഓം തത്സത്. കായേന വാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വരും ദിവസങ്ങളിൽ ഇതുപോലെ സമർപ്പണം നടത്തി കഴിയുന്ന ആളുകളൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിന് നല്ല രീതിയിൽ പാത്രീഭൂതരാവണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്. ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല. ഇത് വളരെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വന്ന ഒരു സൗഭാഗ്യമാണ്. അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടെ ഭക്തന്മാരോട് അപേക്ഷിക്കുന്നു.